നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം നമ്മുടെ അടുക്കളയെ കൂടാതെ ശുചിമുറിയെ ബാധിച്ചുവെന്ന് പറഞ്ഞാൽ അല്പം തമാശ തോന്നിയേക്കാം. അടുപ്പ് പൂഞ്ഞില്ലെങ്കിൽ എന്തിന് ശുചിമുറി എന്ന് തമാശ രൂപേണെങ്കിലും പലപ്പോഴും പറയാറുമുള്ളതാണ്. എന്നാൽ യുദ്ധം ഇന്ത്യയുടെ സെറാമിക് വ്യവസായ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം. 4 ലക്ഷത്തിലധികം ആളുകൾക്ക് ജോലി നൽകുന്ന ഇന്ത്യയിലെ സെറാമിക് വ്യവസായത്തിൻ്റെ കേന്ദ്രമാണ് ഗുജറാത്തിലെ മോർബി. ഇവിടുത്തെ തൊഴിലാളികളിൽ പകുതിയിലധികം പേരും ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളാണ്. 600-ലധികം കമ്പനികളിലായി ടൈലുകൾ, ടോയ്ലറ്റുകൾ, ബാത്ത് ടബുകൾ, വാഷ് ബേസിനുകൾ എന്നിവയുടെ രൂപത്തിൽ ഇന്ത്യയിലെ സെറാമിക് ഉൽപ്പാദനത്തിൻ്റെ 80% ഇവിടെയാണ് നടക്കുന്നത്. എന്നാൽ ഇന്ധന ഇറക്കുമതിയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിലെ തർക്കം തുടരുന്ന സാഹചര്യത്തിൽ ഈ കമ്പനികളിൽ കുറഞ്ഞത് 480 എണ്ണമെങ്കിലും അടച്ചുപൂട്ടാൻ നിർബന്ധിതരായിരിക്കുകയാണ്. മോർബിയിലെ എല്ലാ നിർമ്മാണ യൂണിറ്റുകളും ഉയർന്ന താപനിലയിൽ ചൂളകൾ പ്രവർത്തിപ്പിക്കാൻ പ്രൊപ്പെയിൻ വാതകത്തെയും പ്രകൃതിവാതകത്തെയുമാണ് ആശ്രയിക്കുന്നത്. പ്രൊപ്പെയിൻ സ്വകാര്യ കമ്പനികളാണ് വിതരണം ചെയ്യുന്നത്. എന്നാൽ കണക്ഷൻ ഉള്ളവർക്ക് പ്രകൃതിവാതകം നൽകുന്നത് സർക്കാരാണ്. പ്രൊപ്പെയിന് താരതമ്യേന വില കുറവായതിനാൽ ഏകദേശം 60% നിർമ്മാതാക്കളും ഇതാണ് ഉപയോഗിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ഏപ്രിൽ 15 വരെ യൂണിറ്റുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നുവെന്നാണ് മോർബി സിറാമിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ചർവാഡിയ വ്യക്തമാക്കിയത്. കമ്പനികൾ അടച്ചുപൂട്ടിയത് 2 ലക്ഷത്തോളം തൊഴിലാളികളെ ബാധിച്ചു. അവരിൽ 4 പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും സ്വന്തം വീടുകളിലേക്കും മടങ്ങേണ്ടി വന്നുവെന്നും അർവാഡി പറഞ്ഞു. ഏകദേശം $6 ബില്യൺ മൂല്യമുള്ളതാണ് ഇന്ത്യയിലെ സിറാമിക് വ്യവസായം. പ്രൊപ്പെയിൻ വാതകത്തെ ആശ്രയിക്കുന്ന ഫാക്ടറികൾ മോർബിയിൽ ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. പ്രകൃതിവാതകം മിക്കയിടത്തും ലഭ്യമാണെങ്കിലും പല യൂണിറ്റുകളും അതിലേക്ക് മാറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പുതിയ കണക്ഷനുകൾക്ക് കിലോയ്ക്ക് 93 രൂപയാണ് ഈടാക്കുന്നത്. അതേസമയം നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് ഏകദേശം 70 രൂപയ്ക്കാണ് ഇത് ലഭിക്കുന്നത്. വളരെ നിശബ്ദമായിരുന്നു മോർബിയുടെ വളർച്ച. 1930-കളിലാണ് ഇവിടെ സെറാമിക് വ്യവസായം ആരംഭിക്കുന്നത്. ഇന്ന് ഈ നഗരത്തിലെ ഏകദേശം 1000 കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലൂടെ ഫാക്ടറികളുണ്ട്. ആയിരക്കണക്കിന് കോടി രൂപയുടെ മൂല്യമുള്ള ബിസിനസ്സാണ് ഇന്ന് ഈ ഇന്ത്യൻ ഗ്രാമം കൈകാര്യം ചെയ്യുന്നത്. ഏകദേശം 4 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിലും ഈ ഗ്രാമം ഉറപ്പ് നൽകുന്നുണ്ട്. എന്നാൽ യുദ്ധം മൂലം പ്രതിസന്ധി നേരിടുന്നതിനേക്കാൾ ദുരിതമാണ് ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജീവിതവും. പ്രതിസന്ധിയെ തുടർന്ന് നിരവധി തൊഴിലാളികൾക്ക് തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നത് കൂടാതെ അവർ ഇവിടെ അനുഭവിച്ചിരുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ മാസം മോർബി വിട്ട തൊഴിലാളികളിൽ 27-കാരനായ അങ്കുർ സിംഗ് പറയുന്നത് താൻ മടങ്ങിപ്പോകുന്നത് സിലിക്കോസിസ് രോഗവുമായിട്ടാണെന്നാണ്. പാറകൾ, മണൽ, മറ്റ് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എന്നിവയിൽ കാണപ്പെടുന്ന സിലിക്ക പൊടി ശ്വസിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സുഖപ്പെടുത്താനാവാത്ത ഒരു ശ്വാസകോശ രോഗമാണ് സിലിക്കോസിസ്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള തൊഴിൽ സംബന്ധമായ രോഗങ്ങളിൽ ഒന്നായ ഇത് ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടമാകാൻ കാരണമാകാറുണ്ട്. 40-കാരനായ ഹരീഷ് സാല 2 വർഷം മുമ്പ് സിലിക്കോസിസ് പിടിപെടുന്നതിന് മുമ്പ് മോർബിയിലെ വിവിധ സെറാമിക് കമ്പനികളിൽ ജോലി ചെയ്തിരുന്നു. തൻ്റെ തൊഴിലുടമയിൽ നിന്ന് യാതൊരു സഹായം ലഭിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രോഗവിവരം അറിഞ്ഞതിന് ശേഷം പിതാവ് കമ്പനി സന്ദർശിച്ചപ്പോൾ ഉടമ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും അദ്ദേഹം ആരോപിക്കുന്നു. ഓരോ വർഷവും ഓരോ കമ്പനിയിലും കുറഞ്ഞത് ഒരു തൊഴിലാളിയെങ്കിലും സിലിക്കോസിസ് ബാധിച്ച് മരിക്കുന്നുണ്ടെന്നും കൂടാതെ നിരവധി പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പല തൊഴിലാളികളും വെളിപ്പെടുത്തുന്നത്. രോഗം കണ്ടെത്തിയാൽ ഉടൻ തന്നെ ജോലി ഉപേക്ഷിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലെന്നും അവർ പറയുന്നു. തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനായി നിയമന ഉത്തരവ്, ശമ്പള രസീത് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയവയൊന്നും കമ്പനികൾ നൽകാറില്ല എന്നാണ് പ്രധാന ആരോപണം. ഏതെങ്കിലും തൊഴിലാളി തൊഴിലവകാശങ്ങൾക്കോ നിയമപരമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വാദിച്ചാൽ തങ്ങൾ ആ കമ്പനിയിലെ ജീവനക്കാരായിരുന്നു എന്ന് തെളിയിക്കാൻ കൃത്യമായ രേഖകൾ ഉണ്ടാകരുത് എന്നതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അവർ ആരോപിക്കുന്നത്.